സർ, ഒരു പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പ് കഴിഞ്ഞിരിക്കുന്നു. കേരളത്തിലെ BJP വലിയ നേട്ടം, ചരിത്രപരമായിട്ടുള്ള നേട്ടമാണ് BJP നേടിയിരിക്കുന്നത്. ഇനി വരാൻ പോകുന്നത് തദ്ദേശ തെരഞ്ഞെടുപ്പാണ്. അത് കഴിഞ്ഞാൽ നിയമസഭാ തെരഞ്ഞെടുപ്പ് വരും. കേരളത്തിലെ BJPയുടെ ഒരു ഭാവി എന്തായിരിക്കും? ഭാവി ഇത് നമ്മൾ മുമ്പ് ചർച്ച ചെയ്തതാണ് ഈ വിഷയത്തിൽ. അപ്പം അന്ന് നമ്മൾ പറഞ്ഞത് നല്ല ഒരു പ്രോസ്പെക്റ്റ് അവർക്ക് ഉണ്ടെന്നുള്ളത്. കാരണം 20% വോട്ട് എന്നുള്ള വാട്ടർ മാർക്ക് അവർ കടന്നു. 20% വോട്ട് വന്നു കഴിഞ്ഞാൽ പിന്നെ വളരെ എളുപ്പമാണ്. 10% വോട്ട് കൂടി സംഘടിപ്പിച്ചാൽ മതി. അപ്പം 10% വോട്ട് 20% വോട്ട് വന്ന് തരുന്നുണ്ട്. പിന്നെ 10% വോട്ട് അവിടെ നിന്ന് ഒഴുകിയെത്തും. BJPയുടെ ഒരു ദേശീയതയുടെ ചരിത്രം എങ്ങനെയാണ്? കർണാടകയിൽ 20% എന്നുള്ള വാട്ടർ മാർക്ക് കടക്കുന്നതോട് കൂടിയിട്ടാണ് BJP പിന്നെ അവിടുത്തെ പ്രധാനപ്പെട്ട രാഷ്ട്രീയ പാർട്ടിയായി മാറുന്നത്. പിന്നെ മുഖ്യ പ്രതിപക്ഷമാണ്, ഭരണപക്ഷമാണ്. അപ്പോൾ ആ രീതിയിൽ നല്ല ഒരു ലോങ്ജിൻ പാഡാണ് ഇപ്പം BJP. അത് സുരേന്ദ്രൻ സെക്രട്ടറി ആയിരിക്കുമ്പോൾ തന്നെ കിട്ടിയെന്നുള്ളത് സുരേന്ദ്രൻ്റെ ഭാഗ്യം കൂടിയാണ്. മാത്രമല്ല സുരേന്ദ്രൻ പാഠങ്ങൾ പണ്ടത്തെ സുരേന്ദ്രൻ അല്ലല്ലോ. ഇപ്പോൾ മണ്ടത്തരം പറയുക, വീരവാദം പറയുക, തെളിവില്ലാത്ത കാര്യങ്ങൾ പറയുക, അതൊന്നുമില്ല. സുരേന്ദ്രൻ വളരെ ഡിസിപ്ലിൻ ആയിട്ടുണ്ട്. ഇപ്പോൾ പണ്ടത്തെ പോലെ ഈ പറയുന്ന പരിഹാസപത്രമാക്കുന്ന പരിപാടി മുമ്പിൽ നിർത്തി. മാത്രമല്ല കുറച്ചൊക്കെ മുമ്പ് ആളുകളെ പ്ലീസിങ് ആയ രീതി മുമ്പിൽ ഇടപെട്ട് തുടങ്ങിയിട്ടുണ്ട്. അത് മസിലൊക്കെ വിട്ടിട്ടേ. രണ്ടാമത് സുരേന്ദ്രനെ നെറ്റിയിലെ കുറി വാങ്ങിച്ചു കഴിഞ്ഞാൽ വിജയിക്കാൻ DYFI നേതാവാണ്. അപ്പോൾ അത് മാറിയിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ. പക്ഷേ ഇതിൻ്റെ പ്രശ്നം എന്ന് വെച്ചാൽ അതിനുശേഷം കേരളത്തിൽ വന്ന ചില പ്രതിസന്ധികളുണ്ട്. അതുപോലെ തന്നെ ഇപ്പം ഒരു വെള്ളനാട് ഡിവിഷനിലേക്ക് കടന്നിട്ടുള്ള ബൈ ഇലക്ഷൻ തിരുവനന്തപുരത്ത്. ഇപ്പോൾ ജില്ലാ പഞ്ചായത്ത് ഇലക്ഷൻസ് പൊതുവെ നിയമസഭാ മണ്ഡലം ഏതാണ്ട് കവർ ചെയ്യുന്ന സ്ഥലമാണ്. പക്ഷെ അവിടെ BJPയുടെ പെർഫോമൻസ് അപ് ടു ആ രീതി വന്നില്ല. കോൺഗ്രസ്സാണ് അവിടെ രണ്ടാമത് വന്നിട്ടുള്ളത്. നല്ല മത്സരമായിരുന്നു അവിടെ. അപ്പം എങ്കിൽ പോലും ഒരു നിശബ്ദത വന്നിട്ടുണ്ട്. BJP ഇടപെടേണ്ട വിഷയങ്ങളുണ്ടായിരുന്നു. ആ രീതി എത്രമാത്രം BJP ആ രീതി ഇടപെട്ടു എന്നായിരുന്നു എനിക്ക് അറിയില്ല. കാരണം അതില്ല നല്ല എനിക്ക് അത്ര മതിപ്പ് തോന്നിയിട്ടില്ല. ഇപ്പം തന്നെ അർജുൻ ആ ഷിമോഗ വിഷയത്തിൽ ഇപ്പം നമ്മൾ പറയാലോ ചെയ്യാൻ പറ്റുന്ന ലിമിറ്റുണ്ട്. പക്ഷേ ഇവിടെ ചെയ്യാൻ ശ്രമിക്കുക എന്നുള്ളത് വലിയൊരു അത് ജനങ്ങൾക്ക് ആ ഫീൽ ഉണ്ടാക്കുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ടതാണ്. ഇപ്പം കേന്ദ്രം BJP ഭരിക്കുന്നുണ്ട്. മിലിറ്ററിയുടെ സപ്പോർട്ടൊക്കെ കുറച്ച് മുമ്പേ കൊണ്ടുവരാമായിരുന്നു. ആ രീതിയിലൊരു ശ്രമം നടത്തിയിരുന്നെങ്കിൽ അത് പൊതുവെ കേരളത്തിലെ BJP ലീഡർഷിപ്പ് സംസ്ഥാനം ഭരിക്കുന്ന അവരാന്ന് കാര്യം നോക്കണ്ട. ഒരു ദുരിതാശ്വാസ ഇത്തരം ഒരു വിഷയത്തിൽ കേന്ദ്രത്തിന് ഇടപെടാൻ പറ്റും. അപ്പോൾ ആ രീതിയിൽ ഇടപെടാൻ പറ്റില്ല. അങ്ങനെ ഒരു അറ്റ്മോസ്ഫിയർ ഉണ്ടാക്കാമായിരുന്നു. അല്ലെങ്കിൽ ഒരു ഹൂ ആൻഡ് ക്രൈ അതുവരെ ബന്ധപ്പെട്ടു അത് ഉണ്ടാക്കാൻ പറ്റിയിട്ടില്ല. അത് വളരെ എന്താ പറയുക, സത്യനന്ദിക്കാട് പടം പോലെ അങ്ങ് പോയി. ജോഷി സാറിൻ്റെ പടം പോലെ പോകേണ്ടത് സത്യനന്ദിക്കാടിൻ്റെ പടം പോലെ അങ്ങ് പോയി. പിന്നെ ഈ ഉരുൾപൊട്ടലുണ്ടായപ്പോൾ അവിടെ BJPനെക്കാട്ടും നമ്മൾ കേട്ടത് CPM-ൻ്റെയും കോൺഗ്രസിൻ്റെയൊക്കെ വോയിസാണ്. സ്വാഭാവിക സംസ്ഥാനം ഭരിക്കുന്നത് CPM ആണ്. MP രാഹുൽ ഗാന്ധിയാണ്. അടുത്ത പ്രദേശം കർണാടക കോൺഗ്രസ്സാണ്. അടുത്ത പ്രദേശം തമിഴ്നാട് സ്റ്റാലിനാണ്. എങ്കിൽ പോലും നിങ്ങൾ കേരളത്തിൽ ഓരോ രാഷ്ട്രീയ പാർട്ടിയും വളർന്ന ഒരു സാഹചര്യം എടുത്തു നോക്കിക്കഴിഞ്ഞാൽ ഇത്തരം അവസരങ്ങൾ ഇവരെല്ലാം മുതലാക്കിയിട്ടുണ്ട്. ഇത്തരത്തിൽ മുതലാക്കേണ്ടതാണോ ഇത്തരം അവസരങ്ങൾ എന്നൊക്കെ ധാർമ്മികമായ ക്വസ്റ്റ്യൻ ചോദിക്കാം. അല്ല, മുതലാക്കേണ്ടതല്ല. പക്ഷെ നമ്മുടെ രാഷ്ട്രീയക്കാരുടെ ശീലം എന്താണ്? അവരെ കൃത്യമായിട്ട് അവരുടെ ഒരു മുദ്ര അതിൽ പതിപ്പിക്കാൻ ശ്രമിക്കും ഏത് വിഷയത്തിൽ. അതൊരു മത്സരം പോലെയാണ് കാണുന്നത്. അങ്ങനെ അല്ലാതെ വളരെ രമേശ് ചെന്നിത്തല പ്രതിപക്ഷ നേതാവായിരുന്ന സമയത്ത് അങ്ങനെ ആ മത്സരബുദ്ധിയോടല്ലാതെ ചില ദുരന്തങ്ങൾ കണ്ടത് അദ്ദേഹമാണ് നല്ല മാതൃക ഉണ്ടായി. അന്ന് CPM എഴുതി അദ്ദേഹം നിത്യനിദാനമായി പ്രതിപക്ഷ നേതാവായിരിക്കട്ടെ എന്നാണ്. അതിനും കളിയാക്കി. അതുപോലെ ഇങ്ങനെയുള്ള പ്രതിപക്ഷ നേതാവ് മതി, നിത്യനിദാനം പ്രതിപക്ഷ നേതാവായിരിക്കട്ടെ എന്നാണ് കളിയാക്കിയത്. അപ്പം അവിടെ നമ്മൾ BJP ആ ഒരു എന്താ പറയുക, ഒരു ഇപ്പം AKGയുടെ കാലഘട്ടത്തിൽ CPM ഉണ്ടായിരുന്നല്ലോ. അപ്പോൾ അവർക്ക് വലിയ പവറൊന്നും ഉണ്ടായിരുന്നില്ല, എല്ലാ സ്ഥലത്തും സ്വാധീനം ഉണ്ടായിരുന്നില്ല. പക്ഷെ അവരെ സ്വാധീനം ഉണ്ടാക്കിയതാണ് ഇങ്ങനെ ഓരോ വിഷയങ്ങൾ ഇടപെട്ട്. അപ്പോൾ അങ്ങനെ കിട്ടുന്ന ഓപ്പർച്യൂണിറ്റീസിൽ ഇടപെടാൻ പറ്റണം. അപ്പോൾ ആ രീതിയിലുള്ള ഒരു അറ്റംപ്റ്റ് സോഫ നമ്മൾ കണ്ടിട്ടില്ല. കോൺഗ്രസ്സുകാരെ പോലെ CPM പിന്നെ ഇടപെടുന്നുണ്ട്. ഗ്രാസ് ലെവലിൽ അവരുടെ ഇടപെടൽ ഇപ്പോഴും പവർഫുള്ളാണ്. കോൺഗ്രസ്സുകാരെ പോലെ അങ്ങനെ അയക്ക് വെച്ച ഡ്രസ്സ് വിട്ട് മൈക്കിന് മുന്നിൽ പ്രസ്താവന നടത്തിക്കൊണ്ട് കാര്യം. ഇവരെ സംബന്ധിച്ചിടത്തോളം ദുർഗാവാഹിനിയൊക്കെ കാര്യങ്ങൾ ഇടപെടുന്നുണ്ട്. ദുർഗാവാഹിനി അതുപോലെ തന്നെ സേവാഭാരതി ഇവരൊക്കെ ഇടപെടുന്നുണ്ട്. പക്ഷേ ഇതിൻ്റെ ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ അത് അവരുടെ സംഘത്തിൻ്റെ രീതിയിലാണ്. ഇത് BJPയുടെ അത് വോട്ടായമാണെങ്കിൽ BJPയുടെ ഇടപെടൽ വേണം. അല്ലാതെ RSSൻ്റെ ഇടപെടലിന് മാത്രമേ നടക്കില്ല. അത് വോട്ടല്ലെങ്കിൽ RSSന് വോട്ട് BJPക്ക് അധികം അഹങ്കാരം കാണിച്ചില്ലേ കിട്ടും. അപ്പോൾ ആ രീതിയിൽ ഒരു സാഹചര്യങ്ങളെ എങ്ങനെ അനുകൂലമാക്കി മാറ്റാം എന്ന രീതിയിൽ BJP ഇനി കുറേ കൂടി പഠിക്കേണ്ടിയിരിക്കുന്നു. അല്ലെങ്കിൽ CPM-ൻ്റെ കയ്യിൽ തന്നെ അവർ പഠിക്കണം. അതല്ലെങ്കിൽ നമ്മൾ വിചാരിച്ചൊരു ഹൈപ്പിലേക്ക് പോകില്ല. ഈ തിരുവനന്തപുരം, പാലക്കാട് 2 നഗരസഭകളുടെ അവസ്ഥ എന്തായിരിക്കും? തദ്ദേശ തെരഞ്ഞെടുപ്പ് നമുക്ക് പറയാൻ പറ്റില്ല. ഇപ്പം താരതമ്യേന ആൻറ്റി ഇൻകംബൻസി വളരെ സ്ട്രോങ് ആണ്.
BJP-യിൽ വേറൊരു പ്രശ്നമുണ്ടല്ലോ, BJP ഉള്ളിൽ വലിക്കുമല്ലോ. ഇപ്പോൾ CPM ഇല്ലാത്തൊരു പ്രശ്നം CPM അങ്ങനെ ഉള്ളിൽ വലിവ് കുറവാണ്. കോൺഗ്രസിനും BJP-നും ഉള്ളിൽ നിന്ന് വലിക്കും. നിലവിലുള്ള സാഹചര്യത്തിൽ ഇപ്പം രാജീവ് ചന്ദ്രശേഖരന് കിട്ടിയ വോട്ട്, സുരേഷ് ഗോപിയുടെ പ്രസൻസ്, അതുപോലെ മുരളീധരനും കിട്ടിയ വോട്ട്, സമീപ പ്രദേശങ്ങൾ, രാജീവാണ് ഈ കോർപ്പറേഷൻ പ്രദേശത്തെ റെപ്രസെൻ്റ് ചെയ്തത് അവരുടെ പാർട്ടിയിൽ. നോക്കുമ്പോൾ അവർക്ക് നല്ല പ്രോസ്പെക്റ്റ് ഉണ്ട്. പക്ഷേ അവർ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ നല്ലൊരു മേയർ സ്ഥാനാർത്ഥിയെ മുന്നോട്ട്. ഇപ്പോൾ തൃശ്ശൂർ എന്തുകൊണ്ടാണ് ജയിച്ചത്? ബിക്കോസ് സുരേഷ് ഗോപി വാസ് യുവർ നല്ലൊരു കാൻഡിഡേറ്റ്. അത് ആദ്യം അറിയായിരുന്നു. അതുപോലെ മേയർ സ്ഥാനാർത്ഥി ആക്കണം. ഇപ്പം കഴിഞ്ഞ തവണ രാജേഷിനോട് മേയർ സ്ഥാനാർത്ഥി, രാജേഷിന് താല്പര്യമില്ലാതാണ് രാജേഷ് എന്നത്. മറ്റു പലരോടും നിൽക്കാൻ വന്നിട്ട്, ഇതിന് മുമ്പ് രാജേട്ടനോട് നിൽക്കാൻ വന്നിട്ട് രാജേട്ടൻ നിന്നില്ല, മേയർ സ്ഥാനാർത്ഥി നിൽക്കാൻ വന്നിട്ട്. BJP എപ്പോഴും നിങ്ങൾ ഒരു വ്യക്തി കൾട്ടിൻ്റെ മുകളിലാണ് BJP. ഇപ്പോൾ മോഡി കൾട്ട്, വാജ്പേയി കൾട്ട്, അഡ്വാനി കൾട്ട്, യോഗി കൾട്ടാണ്, അമിത്ഷാ കൾട്ട്. ഇവിടെ അങ്ങനെ കൾട്ടിൻ്റെ ഇപ്പോൾ സുരേഷ് ഗോപി എന്ന് പറഞ്ഞ കൾട്ടാണ് ഇപ്പോൾ ഉള്ളത് BJP-യുടെ. അങ്ങനെ പ്രധാനപ്പെട്ട ആരെങ്കിലും ഒന്നിനെ ഇപ്പോൾ മുരളീധരനാക്കിയാൽ മതി. മുരളീധരൻ നഷ്ടമൊന്നുമില്ലല്ലോ. അദ്ദേഹം ദേശീയ നേതാവെന്ന് ആയിരിക്കും, അദ്ദേഹത്തിന് കോർപ്പറേഷനിലേക്ക് ഒതുക്കണമെന്നൊക്കെ. പക്ഷേ കോർപ്പറേഷൻ്റെ മുരളീധരനാണ് കോർപ്പറേഷനിലെ സ്ഥാനാർത്ഥിയെങ്കിൽ ചിലപ്പോൾ കോർപ്പറേഷൻ കിട്ടും. തയ്യാറാവും ഞാൻ പറഞ്ഞില്ല. അപ്പം മുരളി ജയിച്ചു, മേയറായി കഴിഞ്ഞാൽ എന്താ സംഭവിക്കുക? പിന്നെ സ്വന്തമായത് മുരളിയല്ലേ. മുരളി എത്ര ഫണ്ട് കൊണ്ടുവരാൻ പറ്റും നഗരവികസനമായിട്ട് ബന്ധപ്പെട്ടിട്ട്? പണ്ടത്തെ പോലല്ല. ഒരു സ്വന്തം MP ഉണ്ട് കേരളത്തിൽ നിന്ന്, 2 മന്ത്രിമാർ കേരളത്തിൽ നിന്ന് ഇപ്പോൾ ഉണ്ട്. അത് രണ്ടിൽ സുരേഷ് ഗോപി വളരെ പവർഫുള്ളാണ്. കുര്യനാണ് ആ പണി അറിയാവുന്ന ആളുമാണ്, ചുളുക്കിന് വന്നത് ഏതായാലും. അങ്ങനെയൊക്കെ മുരളി അടുത്ത നിയമസഭ വരുമ്പോൾ നിയമസഭയനുസരിച്ച് ജയിക്കില്ല മുരളി, ലോക്സഭ ജയിക്കില്ല. അങ്ങനെയല്ല നമ്മൾ കാണേണ്ടത്. അങ്ങനെ കൊള്ളാവുന്നത് മുരളി എന്തെങ്കിലും ചെയ്യുമെന്ന് നാട്ടുകാർക്കൊരു ഫീലുണ്ട്, പണി അറിയാവുന്ന ആളാണെന്നൊരു ഫീലുണ്ട്. അപ്പം അങ്ങനെ എനിക്ക് അടുത്തവണ സ്ത്രീ സമ്പന്നമായിരിക്കില്ല, ആണുങ്ങൾ തന്നെ ആയിരിക്കും തിരുവനന്തപുരം കോർപ്പറേഷൻ. അപ്പം അങ്ങനെയുള്ള ഒരാളെ വെക്കണം. ജനങ്ങൾക്ക് താല്പര്യമുള്ള എന്തെങ്കിലും ചെയ്യാൻ പറ്റുമെന്ന് ജനങ്ങൾക്ക് തോന്നുന്ന ഒരു സ്ഥാനാർത്ഥിയെ, മേയർ സ്ഥാനാർത്ഥിയെ മുൻനിർത്തിക്കൊണ്ട് അമേരിക്കൻ പ്രസിഡൻഷ്യൽ ഇലക്ഷൻ എന്ന പോലെ പോയി കഴിഞ്ഞാൽ കിട്ടും. തൃശ്ശൂരും ചിലപ്പം കിട്ടും. തൃശ്ശൂർ അവർക്ക് അങ്ങനെ ഒരു ഗോപാലകൃഷ്ണനെ വെച്ചാൽ മതിയോ? ഗോപാലകൃഷ്ണൻ കഴിഞ്ഞാണ് തോറ്റൊന്നും നോക്കണ്ട, അതൊക്കെ സംഭവിക്കും. അതൊക്കെ രാഷ്ട്രീയത്തിൽ എങ്ങനെയാണ് അങ്ങോട്ടും ഇങ്ങോട്ടും വലിയൊക്കെ വന്നിട്ടുണ്ടാവും. അങ്ങനെ ഒരു പുറകിൽ വളരെ പവർഫുൾ അല്ലെങ്കിൽ ഒരു ക്രിസ്ത്യൻ കാൻഡിഡേറ്റിനെ വെച്ചാൽ മതി തൃശ്ശൂർ. എന്നുവെച്ചാൽ പ്രോമിസിങ് ആയിട്ടുള്ള, അങ്ങനെ വിശ്വസിക്കുന്നു. അപ്പോൾ അങ്ങനെയാണെങ്കിൽ തൃശ്ശൂർ പിടിക്കാൻ പറ്റും. പക്ഷേ സാർ പറഞ്ഞ പോലെ ഈ അവസരങ്ങൾ അവർ ഉപയോഗപ്പെടുത്താൻ നോക്കുന്നില്ലല്ലോ. ഇല്ല, അവർ ഭയങ്കര ഫെയിലറാണ് BJP. അവസരങ്ങൾ ഉപയോഗപ്പെടുത്തുന്നത് അവരിപ്പോഴും മോഡിയുടെ അമിത്ഷാൻ്റെയും കെയർ ഓഫിൽ അങ്ങനെ കളിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ എലീറ്റ് സർക്കിളിലേക്ക് ഇപ്പം സുരേന്ദ്രനും മുരളീധരനൊക്കെ കയറുന്നുണ്ട്. അവരുടെ ഔട്ട്റീച്ച് പ്രോഗ്രാംസൊക്കെ കൊള്ളാം. പക്ഷേ ജനങ്ങളിലൊരു ഇപ്പോഴും സീരിയസ് ആയി കാണുന്നില്ല BJP CPM വിരോധം കൊണ്ടും കോൺഗ്രസ് വിരോധം കൊണ്ടുമൊക്കെ വോട്ട് കിട്ടുന്നുണ്ട്. പക്ഷേ ഒരു ഫോഴ്സ് ടു റെക്കൺ വിത്ത് എന്ന രീതി അവർക്ക് എസ്റ്റാബ്ലിഷ് ചെയ്യാൻ പറ്റിയിട്ടില്ല. എന്താ അവർക്കത് മനസ്സിലാവുന്നില്ലേ? അത് അവർക്ക് ഒരു പ്രശ്നം എന്ന് വെച്ചാൽ ഈ ഉത്തരേന്ത്യയിലൊരു പൊളിറ്റിക്സ് ആണല്ലോ BJP-യുടെ ഒരു മുഖമുദ്ര എന്ന് വെച്ചാൽ. അതും കേരളത്തിൽ സ്പെസിഫിക് ആയിട്ട് സാഹചര്യമായിട്ട് സിങ്ക് ആകാതെ പോകുന്നത്. ഇപ്പം ബീഫിൻ്റെ കാര്യം വന്നാൽ ഇവിടെ നെഗറ്റീവ് ആവുകയായി. ഇപ്പോൾ നോർത്ത് ഈസ്റ്റിലെ ഈ BJP നേതാക്കന്മാർ ബീഫൊന്നും എടുത്തിട്ട് അവിടെ ബീഫ് കഴിക്കുന്ന ആളുകളാണ്. അപ്പോൾ ഇങ്ങനെ ആ പ്രശ്നം കുറേയൊക്കെ ഇപ്പോൾ അവർ റെക്കഗ്നൈസ് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ TV ചാനലിലൊന്നും വന്നിട്ട് ഈ പറയുന്ന പോലെ ഉത്തരേന്ത്യൻ രീതി സംസാരിച്ച് മറ്റുള്ള ന്യൂനപക്ഷങ്ങളെ വെറുപ്പിക്കുകയും പേടിപ്പിക്കുകയും പരിപാടി താരതമ്യം കുറവാണ്, മയപ്പെട്ടിട്ടുണ്ട്. അത് കുറച്ചുകൂടി മുന്നോട്ട് കേരള സ്പെസിഫിക് ആയി ചിന്തിക്കും. അപ്പോൾ നോർത്ത് ഈസ്റ്റിൽ ഇവരുടെ വിജയത്തിന് ഞാൻ നോർത്ത് ഈസ്റ്റ് സ്പെസിഫിക്കാണ്. കർണാടകയിലും വലിയൊരു പരിധി വരെ പിന്നെ ഉത്തരേന്ത്യയുടെ സ്വാധീനമുള്ള സ്ഥലവും പിന്നെ കുറച്ച് കർണാടക സ്പെസിഫിക് അവിടെ ജാതി രാഷ്ട്രീയത്തെ അവർ അഡ്രസ്സ് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ ഇവിടെ എന്ന് വെച്ചാൽ വെള്ളാപ്പള്ളി പണ്ടത്തെ പോലെ ആണെങ്കിൽ ഈഴവ കമ്മ്യൂണിറ്റീൻ്റെ ഇടയിൽ ഇവർക്ക് അനുകൂലമായിട്ടൊരു മൂവ്. പക്ഷേ നായർ കമ്മ്യൂണിറ്റിയിൽ ഇപ്പോൾ അവരിൽ എത്തിയ ആളുകളല്ലാതെ പുതിയ ആളുകൾ ഇവരിൽ വലിയ വിശ്വാസം കാണിക്കുന്നില്ല. കാരണം പോരാന്നുള്ളൊരു ഫീലുണ്ട് എനിക്ക്. അതുപോലെ ഫീൽ ഇപ്പം ഇഴവാസം താല്പര്യം കൂടി നായേഴ്സിൻ്റെ ഇടയിൽ അവിടെ എത്തിയ ആളുകൾ സാച്ചുറേഷൻ പോയിട്ടില്ല. ഇനി BJP-യുടെ അധികാരത്തിൽ വരും പ്രതിപക്ഷ നേതാവാകുന്നൊക്കെ തോന്നിക്കഴിഞ്ഞാലാണ് അവരെ വോട്ട് വരുള്ളൂ. പക്ഷെ അവർക്ക് BJP ഇനി വരാനുള്ള ആളുകൾ വളരെ സീരിയസ് ആയിട്ടുള്ള വളരെ സെക്കുലർ ഡെമോക്രാറ്റിക് സീരിയസ് നായേഴ്സാണ്. അവരൊക്കെ തന്നെ അധികം ഭൂരിപക്ഷം കോൺഗ്രസിനുമായിട്ട് ആഭിമുഖ്യമുള്ള ആളുകൾ. അവരിങ്ങോട്ട് വരണമെങ്കിൽ ഇവർ കേപ്പബിളാണെന്ന് അവർക്ക് തോന്നണം. അവരത് കാണിക്കുന്നില്ലല്ലോ. കേപ്പബിളാന്ന് ഫീൽ ഉണ്ടാക്കുന്നില്ല, അതാ പ്രശ്നം. ഈ കേപ്പബിളാണ് ഫീൽ ഉണ്ടായി കഴിഞ്ഞാൽ അവർക്ക് മതിപ്പ് വരുള്ളൂ. ഇപ്പോൾ രാജീവ് ഒരു പക്ഷേ ജയിച്ചെന്തെങ്കിലും ചെയ്തിരുന്നേ വരും. ഇപ്പോൾ രാജീവ് ജയിച്ചതിന് ശേഷം കാര്യത്തിൽ കണ്ടില്ല നമ്മൾ. ഒക്കെ നെഗറ്റീവാണ്. ഇവർ കീനായിട്ട് ആളുകൾ ഒബ്സർവ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ആ രീതിയിൽ രാജീവ് സജീവമായിട്ട് രംഗത്ത് വരും. ഇവിടുത്തെ ഓരോ ഓപ്പർച്യൂണിറ്റി ഉപയോഗിക്കാൻ പറ്റണം. പിന്നെ കലാകാരന്മാരുടെ ഇടയിലൊക്കെ BJP-യിൽ ചേർന്ന് കഴിഞ്ഞാൽ എന്തോ നെഗറ്റീവാണ്, അവിടെ അവസരങ്ങൾ പോകുന്നത് ഭയങ്കര ഒരു പേടിയുണ്ട്. ഇപ്പം ഇത്രമാത്രം BJP ഇപ്പോൾ സിനിമാ ഫീൽഡൊക്കെ ഉണ്ട്, എത്രമാത്രം BJP അനുകൂലികളായിട്ടുള്ള പ്രൊഡ്യൂസേഴ്സൊക്കെ ഉണ്ട്. പക്ഷേ BJP ഇവർക്കൊന്നും ഈ രാജസ്ഥാനം പോയി ഭീമൻ്റെയൊക്കെ പോയി ഇവർക്കൊക്കെ ഒരു ഓപ്പർച്യൂണിറ്റി കൊടുക്കണം.
ആ ഓപ്പർച്യൂണിറ്റി അവർക്ക് കിട്ടുന്നില്ല. അപ്പോൾ ഇങ്ങനെയുള്ള പ്രശ്നമുണ്ട്. ബി ജെ പി കാര്യമായിട്ട് ആ എക്കോസിസ്റ്റം ഉണ്ടാക്കണം ബി ജെ പിയുടെ. അത് കേരള സ്പെസിഫിക് ആയിട്ടുള്ള എക്കോസിസ്റ്റമായിട്ട് മാറണം. അവിടെ സുരേഷ് ഗോപി എന്നുള്ള ജനകീയനായിട്ടുള്ള എല്ലാവർക്കും സുരേഷ് ഗോപിന് ഇഷ്ടം, വർഗീയവാദികളല്ലാതെ എല്ലാവർക്കും സുരേഷ് ഗോപി ഇഷ്ടമാണ്. അത് അവർക്ക് ഉപയോഗിക്കാൻ പറ്റണം. അത് സുരേഷ് ഗോപിൻ്റെ സ്വഭാവം വെച്ച് പോയിട്ട് സുരേഷ് ഗോപി ഇങ്ങോട്ട് വന്ന് ഞാൻ ചോദിക്കുന്ന ആളല്ല, അയാൾ സിനിമയും ചോദിക്കില്ല, പിന്നല്ലോ ഇവിടെ. അപ്പോൾ അത് അവരുപയോഗിക്കണം, ഇവരുപയോഗിക്കണം. ഈ തിരുവനന്തപുരം കോർപ്പറേഷൻ മുരളീധരനാണ്. മുരളീധരൻ വരികയാണ്, മുരളിയാണ് മേയറായിരിക്കും. മുരളി അവിടെ കളിച്ച കളി ഉണ്ടല്ലോ, ഇവിടെ ആറ്റിങ്ങൽ കളിച്ച ഇവിടെ കളിച്ചത്. അതുപോലെ ഗോപാലകൃഷ്ണൻ അവിടെ കൊള്ളാം, തൃശ്ശൂർ. പക്ഷെ ഇപ്പോഴേ ഇറങ്ങിയിട്ട് സ്പെസിഫിക് ആയി പ്ലാൻ ചെയ്തിട്ട് പണി തുടങ്ങണം. പക്ഷെ തൃശ്ശൂർ ലേഡി ആയിരിക്കും. അങ്ങനെ ആണ് പറ്റിയ ആളുണ്ട്. ശോഭ സുരേന്ദ്രൻ ഇപ്പോൾ ആലപ്പുഴയാണ് കോൺസെൻട്രേറ്റ് ചെയ്തെങ്കിൽ പോലും ശോഭനെ ഇറക്കിയാൽ ചിലപ്പോൾ നടക്കും. ശോഭ എവിടെ പോയാലും ശോഭയ്ക്ക് വോട്ട് പിടിക്കാൻ. അല്ല, ഇപ്പം ഞാനാണ് ബി ജെ പിയുടെ കേരളത്തിൽ കാര്യങ്ങൾ തീരുമാനിക്കുന്ന ആളെങ്കിൽ ഞാൻ ചെയ്യാൻ പോകുന്നതാണ്. മുരളീനെ അവിടെ വെക്കും, ശോഭനെ അവിടെ വെക്കും, പറ്റിയ ആളുകളെ വെക്കും. ഇപ്പോഴേ പണി തുടങ്ങി, അതിലൊരു വിട്ടുവീഴ്ചയില്ല. പത്രസമ്മേളനം നടന്നില്ലെങ്കിലും പണി താഴെത്തട്ടിൽ നടക്കണം, അതേ ജനങ്ങളുടെ ഇടയിലെത്തും. ശരി.